ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് സെറോറ അക്കൗണ്ടിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ലോഗിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്നാണ് പറയാൻ പോണത്. എൻ്റെ ജിമെയിലിൽ കയറിയപ്പോൾ എനിക്ക് 3 മെയിലാണ് വന്നത്. ആദ്യത്തെ മെയിലെന്ന് പറയുകയാണെങ്കിൽ അവരുടെ കസ്റ്റം ഈ മെയിലാണ്. അതിലൊരു വലിയ കാര്യമൊന്നുമില്ല. നമ്മളിതിൽ വന്നതിൽ അവരുടെ ഇതും കിറ്റും പാസ്വേഡ് അതിൻ്റെ വലിയ കാര്യമില്ല. രണ്ടാമത്തെ ഇമെയിൽ കുറച്ച് വാല്യുബിൾ സ്ഥലമാണ്. അതിനകത്താണ് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നമുക്ക് അയച്ചു തരുന്നത്. ആ രണ്ടും നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. പിന്നെ അതിൽ താഴെ 2-3 ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2-5 ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കൈറ്റിൻ്റെ എന്ന് വെച്ചാൽ കൈറ്റ് എന്ന് പറയുന്നത് സെറോഡേൻ്റെ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കയറാനുള്ള ലിങ്കുകൾ, പിന്നെ നമ്മുടെ പ്ലേ സ്റ്റോർ നിങ്ങൾക്കെല്ലാം ആൻഡ്രോയിഡ് iOS അതിൻ്റെ ലിങ്കുകളാണ്. പിന്നെ അതിൻ്റെ കിറ്റ് അവൈലബിൾ ആകാൻ വേണ്ടി യൂസർ മാനുവലിൽ കിറ്റ് അവൈലബിൾ PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ഇനി അവസാനത്തെ ഒരു ഇമെയിൽ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് അത് കുറച്ച് മെയിനായിട്ടുള്ളൊരു ഇതാണ്. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്ക് കസ്റ്റമർ കെയറിലോട്ടെല്ലാം വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈയും സെല്ലും അവർ ചെയ്തു തരും. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് വന്നത് ലാസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കാത്തത് ജസ്റ്റ് ഇതാണ്. സിബിൻ എന്ന് പറയും. സിബിൻ എന്ന് പറയുകയാണെങ്കിൽ ഈ നമ്പർ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് നമ്മൾ വാങ്ങിക്കാനോ അതേപോലത്തെ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതോട്ട് എല്ലാം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം സേഫാക്കി വെക്കുക. ആദ്യം ഫസ്റ്റ് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അതിൽ തന്നത് എൻ്റർ ചെയ്ത് അതിൽ കൊടുക്കുക. ഞാൻ കോപ്പി പേസ്റ്റാണ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് എന്താണ് ചെയ്യാം, അന്ന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. പിന്നെ ഒരു പേജിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു 5 ചോദ്യമാണ്. എന്നുവെച്ചാൽ അത് കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഇത് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഓരോ ലോഗിനിലും ഓരോ 2 വെച്ച് പാസ്വേഡിൻ്റെ ശേഷം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ വെക്കുന്ന ക്വസ്റ്റ്യനുകളും ഓർമ്മ വെക്കുന്ന ആൻസറും മാത്രം കൊടുക്കുക. 5 എണ്ണമാണ് ഉള്ളത്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഫേവറേറ്റ് കളർ, മദേഴ്സ് നെയിം, ഏത് വെജിറ്റബിൾ ആണ് ഇഷ്ടമല്ലാത്തത്, ഏത് വെജിറ്റബിളാണ് ഇഷ്ടമുള്ളത്, അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്കത്. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓരോന്നിലും സെലക്ട് ചെയ്ത് ഒരു 5 എണ്ണം സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും മൈൻഡിൽ ഓർമ്മ വരുന്നത് സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിയാണ് ഇതുപോലത്തൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങളതിൻ്റെ ആൻസർ എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ എല്ലാ ഉത്തരവും ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ബട്ടൺ നിൽക്കുക. സബ്മിറ്റ് ബട്ടൺ നിൽക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടെ ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ ലോഗിൻ ചെയ്യാൻ പോണ്. യൂസർ ഐ ഡി നിങ്ങളുടെ സ്ഥിര യൂസർ ഐ ഡി നമുക്ക് മെയിലിൽ തന്ന യൂസർ ഐ ഡി അതിലിടുക. എന്നിട്ട് ആ ലോഗിൻ പാസ്വേഡ് ഞാൻ അവിടെ എല്ലാം കോപ്പി ചെയ്തെടുത്തു. അവിടെ ചെയ്ത് അകത്ത് കയറുവാണ്. ആ ലോഗിന്നൊക്കെ അകത്ത് കയറും. അപ്പോൾ 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, നമ്മൾ 5 ക്വസ്റ്റ്യൻ നേരത്തെ ഫില്ല് ചെയ്തില്ലേ, അതിലുള്ള ആൻസറാണ് അതിന് വേണ്ടി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി നല്ലൊരു ഫീച്ചറാണ്. എന്നിട്ട് കണ്ടിന്യൂ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പഴയ പാസ്വേഡ് ഇല്ലേ, നമ്മുടെ മെയിലിൽ വന്ന ആ പാസ്വേഡ്, കറണ്ട് പാസ്വേഡ് അതിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തർ ഓർമ്മ വെക്കുന്ന പാസ്വേഡ് അറിയില്ല, ആ പാസ്വേഡ് അതിൻ്റെ അകത്ത് ന്യൂ പാസ്വേഡിൻ്റെ അകത്ത് നിൽക്കുക. എന്നിട്ട് കൺഫേമിൽ ആ പാസ്വേഡ് തന്നെ ഒന്നും കൂടി കൺഫേം ചെയ്ത് തന്നെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നേരെ അത് സബ്മിറ്റിൽ നിൽക്കിയാൽ മതി. വേറൊരു വിൻഡോയിലോട്ട് പോകണമായിരിക്കും. എന്നുവെച്ചാൽ പാസ്വേഡ് ചേഞ്ച് ആയെന്ന് ആണ്. എന്നിട്ട് ഒന്നും കൂടി ലോഗിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ പാസ്വേഡ് വെച്ചിട്ട് ഒന്നും കൂടി ലോഗിൻ ചെയ്യേണ്ടതാണ്. 2-3 സ്റ്റെപ്പുകളാണ് ഇതേപോലെയുള്ളത്. എന്നുവെച്ചാൽ യൂസർ ഐ ഡി നമ്മുടെ പണ്ടത്തെ ആ യൂസർ ഐ ഡി തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. പുതിയ പാസ്വേഡ് ഓക്കെ.
പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തു. എന്നിട്ട് ലോഗിൻ കൊടുത്തു. ലോഗിൻ കൊടുത്തിട്ട് 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ഓരോ തവണ ഓരോ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അത് കുറച്ചും കൂടെ നല്ലൊരു ഫെസിലിറ്റിയാണ്. എന്നിട്ട് അത് കണ്ടിന്യൂ നിൽക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ കൈറ്റിൻ്റെ ഹോം പേജിലോട്ട് പോവുകയാണ്. ഹോം പേജ് ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ബയ്യിങ്ങും സെല്ലിങ്ങും നടക്കുന്ന പ്ലാറ്റ്ഫോം. ഇതിൽ നമുക്ക് വാങ്ങിക്കാം, വിൽക്കാം, അങ്ങനത്തെ സെറ്റപ്പുകളെല്ലാം ചെയ്യാം. കുറച്ച് യൂസർ ഫ്രണ്ട്ലിയാണ് എന്ന് വെച്ചാൽ ഫണ്ട് അതവിടെ ഉണ്ട്. ഫണ്ടിൽ നമുക്ക് ആഡ് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര എമൗണ്ടാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ എൻ്റർ ചെയ്താൽ മതി. ഇപ്പം 100 രൂപയാണെങ്കിൽ 100 രൂപ, 500 രൂപയാണെങ്കിൽ 500 രൂപ, നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ ബാങ്കിലുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എത്ര രൂപയാണെന്ന് അറിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യുക. എന്നിട്ട് അതിൽ കണ്ടിന്യൂ ആക്കി കൊടുത്താൽ മതി. സിമ്പിളാണ്. എന്നിട്ട് ഒരു സാധനം ബൈ ചെയ്യണമെങ്കിൽ SBI ബൈ ചെയ്തിട്ട് അവിടെ ബൈ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് നമ്മുടെ കറണ്ട് പ്രൈസ് കൊടുത്ത് എൻ്റർ ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ലോഗൗട്ട് കണ്ടില്ലേ, അത് കാണാൻ പറ്റും ലോഗൗട്ട്. പിന്നെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫോട്ടോ ഒക്കെ ഇടാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഒരു എഡിറ്റ് ഫോട്ടോൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പാൻ കാർഡ് അതുപോലത്തെ ഫോൺ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ ഞാൻ മറച്ചു വെച്ചിരിക്കുക, പ്രൈവസി ആയതുകൊണ്ട്. ഇപ്പം ഞാൻ ഒരു ഫോട്ടോ ഇടാം. ഇപ്പോൾ ഒരു അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്കിലും ഒരു ഫോട്ടോ എടുത്തങ്ങ് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തിട്ടതാണ്. എന്നിട്ട് അത് സേവ് നോക്കിയാൽ മതി. നേരെ ആ പ്രൊഫൈൽ പിക്ക് ആഡ് ആവുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തുതരാം. പിന്നെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് എന്ന ബേസിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുമ്പിലത്തെ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ചെന്ന് കാണും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതിലേത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഓക്കെ.